കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നിട്ട് വെറും 3 കിലോമീറ്റർ മാത്രം മാറി തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു 4 BHK പ്രീമിയം വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഏകദേശം 4 വില്ലകളാണ് ഈ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം 500 മീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 3 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്കും പാലാരൂട്ടത്തേക്കും എല്ലാം ഏകദേശം 10 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 6,200 സെൻറ്റ് ലാൻഡിലായിട്ട് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി സ്റ്റഡി ഏരിയ സൗകര്യത്തോടു കൂടി 2800 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കിഴക്ക് ദർശനമായിട്ടാണ് വീടിൻ്റെ എലവേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകളും കളർ പാറ്റേണുകളും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു LED ലൈറ്റിങ്ങുകളും ഗ്ലാസ് ഫ്രെയിമിൻ്റെ വർക്കുകളും എല്ലാം കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് എലവേഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ റോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടാർ റോഡ് മുനിസിപ്പൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പബിൾ ടെക്സ്റ്ററുകളൊക്കെ കൊടുത്തിട്ട് ബ്രിക്കിൻ്റെ ടെക്സ്റ്റർ വർക്കൊക്കെ കൊടുത്തിട്ട് 2-way സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് നമ്മുടെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഗേറ്റിൻ്റെ പില്ലറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു കണ്ടംപററി ഡിസൈനിൽ വരുന്ന ഗേറ്റ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 16 അടിയോളം വരുന്ന സ്ലൈഡിങ് ഗേറ്റും അതിനോടനുബന്ധിച്ച് ഫോൾഡിങ് ഗേറ്റുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റം നമുക്ക് അവൈലബിൾ ആണ്. കോബ്ലർ സ്റ്റോണാണ് മുറ്റത്ത് മുഴുവനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 3-4 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് കോമ്പൗണ്ടിൽ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് അവരൊരു പോർച്ച് ഇതിനോട് അറ്റാച്ചഡായിട്ട് പണിയുന്നതാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം സെറ്റ് ബാക്കൊക്കെ കൊടുത്തിട്ട് പാവിങ് ടൈലൊക്കെ വിരിച്ചിട്ടാണ് ഈ ഒരു സൈഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വീടിൻ്റെ അഡീഷണൽ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും നല്ല രീതിയിൽ കോബ്ലർ സ്റ്റോണൊക്കെ വിരിച്ചിട്ട് പ്ലാന്റ് ബോക്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു വിക്കറ്റ് ഗേറ്റിൻ്റെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ കോമ്പൗണ്ട് വാളിലെല്ലാം പ്ലാന്റ് ബോക്സുകളുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടും നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ വരുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത്. ഏകദേശം ഒരു 3 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യം നമുക്ക് സിറ്റ് ഔട്ടിൽ കിട്ടുന്നുണ്ട്. G7 സ്ലാബാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദർശനത്തിൽ വടക്കോട്ട് ഡോറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ തേക്കൂട്ടിൽ തീർത്തിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1.20 വീതിയിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലോക്കെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സെൻസർ ലോക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് തുറന്ന് നമ്മൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നത്. ഒരു ഷിഫോൺ മാറ്റിൽ വരുന്ന ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അത്യാവശ്യം വലിയൊരു കോർണർ സെറ്റൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഈ ഭാഗത്ത് ലഭ്യമാണ്. നല്ലൊരു കോട്ടൻ്റെ കർട്ടൺ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ലൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. ഷാങ്ലിയറിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും സിമൻറ്റ് ടെക്സ്റ്ററിൻ്റെ വർക്കെല്ലാം കൊടുത്തിട്ട് ഫാൻസി ലൈറ്റൊക്കെ കൊടുത്ത് ഒരു TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങൾ ഈ ഭാഗത്താണ് വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കർട്ടൺ മാറ്റി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ഗ്ലാസ് ഡോറിൻ്റെ വർക്കുകളാണ് കൊടുത്തിട്ട് ഗ്ലാസ് ഫ്രെയിമിൻ്റെ വർക്കുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല കാറ്റും വെളിച്ചം കിട്ടാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ പോകുന്നത് വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. അതിൻ്റെ പാസേജിലായിട്ട് നല്ല രീതിയിൽ ഒരു പാനലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഡൈനിങ്ങിലേക്ക് എത്തുമ്പോൾ സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ഇവിടെയും അത്യാവശ്യം ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഈ ഭിത്തിയിലായിട്ട് ഒരു പാഷിയോടെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഗാർഡൻ സ്പേസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പാഷിയോ കിട്ടുന്നതാണ്. ഒരു 2 ചെയറോ 3 ചെയറൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റുന്ന സൗകര്യം. പുറത്തേക്ക് ഇറങ്ങാനുള്ള ഗ്രില്ലിൻ്റെ ഡോറുകളും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഈ ഡൈനിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്കൊരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യമാണ്. കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കളർ ജാഗ്വറിൻ്റെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും ജാഗ്വറിൻ്റെ തന്നെ ടാപ്പും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബിഹൈൻഡിലായിട്ടൊരു മിററിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഷെൽഫുകൾ കൊടുത്തിരിക്കുന്നത്. പ്ലേറ്റ് ഗ്ലാസ് മറ്റുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ്.
ഭിത്തിയിലായിട്ട് സിമെൻറ്റ് ടെക്സ്ചറിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്, ഫോൾ സീലിംഗ് ലൈറ്റുകളും നല്ല രീതിയിൽ BLDC ഫാനും ട്രാക്ക് ലൈറ്റുകളൊക്കെ ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ തന്നെയാണ് വരുന്നത്. നല്ല രീതിയിൽ ഒരു പാനലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ സൗകര്യം ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൻ്റെ സൗകര്യം വരുന്നുണ്ട്. ആ ഭാഗത്തായിട്ടൊരു ചിമ്മിണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 പാളി വിൻഡോയുടെ സൗകര്യം വടക്ക് ഭാഗത്തായിട്ട് വരുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ട്രാക്ക് ലൈറ്റും BLDC ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു L ഷേപ്പിൽ വരുന്ന നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഭാഗത്തായിട്ടൊരു മൾട്ടി സിങ്കിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകളും ടാൻഡം ബോക്സുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്ന ഇവിടെൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയയിലേക്കാണ് വരുന്നത്. സ്റ്റോർ റൂം കൺസെപ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വയ്ക്കാനുള്ള പോയിന്റ് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കോമൺ ബാത്റൂമിൻ്റെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഒരു സെർവൻറ്റ് ബാത്റൂമായിട്ടോ മെയ്ഡ് ബാത്റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാത്റൂമാണ്. സെറയുടെ ഫിറ്റിങ്സുകൾ തന്നെയാണ് ആ ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വരുന്നത്. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസാണ് കിട്ടുന്നത്. ഒരു സെക്കൻഡറി കിച്ചൺ എന്ന് തന്നെ പറയാൻ പറ്റുന്ന വർക്ക് ഏരിയ സ്പേസാണ്. കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് കൊടുത്തിട്ട് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. മുകളിലും സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റിയുള്ള സിങ്കും അതിനോടനുബന്ധിച്ചൊരു ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തും നമുക്ക് വാഷിംഗ് മെഷീനും മറ്റുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ടുള്ളൊരു സ്പേസ് ഈ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്കും ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സൗകര്യം ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ് ഡോറ്, ഗ്രിൽ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും ഈ ഭാഗത്തായിട്ട് ഒരു കിണറിൻ്റെ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ്. കൂടാതെ നല്ല KWO വാട്ടർ കണക്ഷൻ്റെ സൗകര്യവും നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് സിസ്റ്റങ്ങളെല്ലാം ഓൾറെഡി അപ്ലൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് വീടിൻ്റെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് നമ്മൾ എത്തുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം സ്പേസ് തന്നെയാണ് വരുന്നത്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. തെക്ക് ഭാഗത്തായിട്ട് ഒരു 3 പാളി വൈഡ് വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഒരു കർട്ടൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് ടെക്സ്ചർ വർക്കുകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിഴക്ക് ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയും ഒരു വൈഡ് വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. കർട്ടൻ വർക്ക് ഈ ഭാഗത്തും വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫാൻസി ലൈറ്റിങ്ങുകൾ വരുന്നുണ്ട്. LED ലൈറ്റിങ്ങുകളും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഫോൾ സീലിംഗ് നല്ല ഭംഗിയായിട്ടുണ്ട്. BLDC ഫാനിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി സ്ലൈഡിങ് ഡോറിൻ്റെ കൺസെപ്റ്റിലാണ് കബോർഡ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് വർക്ക് നമുക്ക് ഈ ഭാഗത്തായിട്ട് അവൈലബിൾ ആണ്. മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം സ്പേസിലേക്കാണ്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ് തന്നെയാണ് വരുന്നത്. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളർ പാറ്റേണിലാണ് ടൈല് കൊടുത്തിരിക്കുന്നത്. സെറയുടെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും ഹാൻഡ് ഷവറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൺസീൽഡ് വാൾ മൗണ്ട് ക്ലോസറ്റുകളും വാഷ് കൗണ്ടറുകളും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം ഒരു 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂം സ്പേസ് തന്നെയാണ് ഇത് വരുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. തെക്ക് ഭാഗത്തായിട്ട് ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്ത് ഒരു ചെറിയ വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വാൾപേപ്പറിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകളും ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും BLDC ഫാനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ടും ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങളും കർട്ടൻ വർക്കും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യവും താഴെയായിട്ടൊരു ഡ്രോയുടെ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ ഭാഗത്താണ്. ഇതിൻ്റെ വാൾഡ്രോബ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്ലൈഡിംഗ് ഡോർസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വാൾഡ്രോബുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴെ മേളിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഇവിടെയും നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ് വരുന്നത്.
സെറയുടെ ഫിറ്റിങ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഈ ഭാഗത്തും കിട്ടുന്നുണ്ട്. ഒരു നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബാത്റൂം സ്പേസ് കൂടിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റെയർ ക്യാബിൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന സ്റ്റെയർ ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വുഡൻ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഇൻവെർട്ടറിൻ്റെ ക്യാബിൻ സൗകര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സൈഡിലേക്കായിട്ട് പ്രൊഫൈൽ ലൈറ്റുകളുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ലാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു സ്ലൈഡിങ് ഡോറിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് മുകളിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും ഹാൻഡ് റെയിലിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടുന്ന ടഫ് ആൻഡ് ഗ്ലാസ്സിൽ തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു വിശാലമായ അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഭിത്തിയിലായിട്ട് ഒരു ഡോർ പാനലിങ്ങിൻ്റെ വർക്കുകൾ കൊടുത്തിട്ട് ടി വി യൂണിറ്റിൻ്റെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫാൻസി ലൈറ്റുകളും ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും ട്രാക്ക് ലൈറ്റും BLDC ഫാനും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിങ്ങിൽ നിന്നിട്ട് പുറത്തേക്കൊരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. സ്ലൈഡിങ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം, ഒരു ബാൽക്കണി സ്പേസ് തന്നെയാണ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നത്. ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ട് നല്ല സേഫ്റ്റിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സെയിം സ്പേസ് തന്നെ നമുക്ക് ഈ ബെഡ്റൂമിലും കിട്ടുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. തെക്ക് ഭാഗത്തായിട്ട് സിംഗിൾ പാളിയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ നല്ല മിനിമലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുള്ള കബോർഡ് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു കളർ പാറ്റേണിലുള്ള കബോർഡ് വർക്കുകളാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ് വരുന്നത്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബാത്റൂം സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിങ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഈ ഭാഗത്തും കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. തെക്ക് കിഴക്കേ മൂലയിലാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം 160ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. തെക്ക് ഭാഗത്തായിട്ട് വൈഡ് വിൻഡോസുകൾ വരുന്നുണ്ട്. കർട്ടൺ വർക്കുകൾ വരുന്നുണ്ട്. ഇനി കിഴക്ക് ഭാഗത്തായിട്ടും സ്ലൈഡിങ് ഡോർസിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡോർ തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വലിയൊരു ബാൽക്കണി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വുഡൻ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. കിഴക്ക് നിന്നിട്ടുള്ള നല്ല കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് ലഭ്യമാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വാൽഡ്രോബ് സൗകര്യങ്ങൾ വരുന്നത് ഈ ഭിത്തിയിലായിട്ടാണ്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള വാൽഡ്രോബ് സൗകര്യങ്ങൾ വരുന്നുണ്ട് മേളിലും താഴെയായിട്ടും. കൂടാതെ ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ലെങ്തി റെക്ടാങ്കിൾ ഷേപ്പിലുള്ളൊരു ബാത്റൂം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു കളർ പാറ്റേണിലുള്ള ടൈൽ വർക്ക് വരുന്നുണ്ട്. സെറയുടെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും ഹാൻഡ് ഷവറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ സെറയുടെ വാൾ മൗണ്ട് കൺസീൽഡ് ഫിറ്റിങ്സുകളും വാഷ് കൗണ്ടറും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഒരു സ്റ്റഡി ഏരിയയിലേക്കാണ് വരുന്നത്. നല്ലൊരു സ്റ്റഡി റൂം കൺസെപ്റ്റിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഏകദേശം ഒരു 80 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു സ്റ്റഡി ഏരിയയാണ്. നല്ല രീതിയിൽ ഒരു സ്റ്റഡി ടേബിളുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബുക്ക് ഷെൽഫുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ഭാഗത്തായിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു സ്ലൈഡിങ് വിൻഡോസിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്നൊരു സൗകര്യത്തിലാണ് സ്റ്റഡി ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. ഒരു മാറ്റ് ഫിനിഷ് ബ്രൗൺ കളർ ടൈലാണ് യൂട്ടിലിറ്റി ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് വാഷിംഗ് മെഷീനും മറ്റുള്ള സൗകര്യങ്ങൾക്കുള്ള
പോയിന്റുകളും ഡ്രൈനേജ് സൗകര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഷീറ്റ് വർക്ക് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ട് സിമെൻറ്റ് ബോർഡിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് സ്റ്റെയർ കയറി ടെറസിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. കോൺക്രീറ്റിൽ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഡൂം വർക്കൊക്കെ കൊടുത്തിട്ട് മഴ നനയാതെ ഹാൻഡ് റെയിലിൻ്റെ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ സേഫ്റ്റിയിൽ തന്നെ ഒരു ഏരിയ ചെയ്തിട്ടുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നിട്ട് വെറും 3 കിലോമീറ്റർ മാത്രം മാറി തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു 4 BHK പ്രീമിയം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് വെറും 300 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ടൗണിൻ്റെ എല്ലാ ഭാഗത്തേക്കും വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ കൂടി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 6,200 സെൻറ്റ് ലാൻഡിലായിട്ട് 2,800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി കം സ്റ്റഡി ഏരിയ സൗകര്യത്തോടു കൂടി വരുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,65,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യം ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.